ശംശിയാക്കി സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്കാ തിരുസഭ ഇന്ന് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അമ്മയുടെ ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളെയും അമ്മയുടെ ഒറ്റപ്പെടലിനെയും സഹനങ്ങളെയും ഒക്കെ തിരുസഭ ആഘോഷമാക്കി മാറ്റി. പ്രിയമുള്ളവരെ, ഇതാണ് സഭയുടെ പ്രബോധനവും പഠനവും. പ്രത്യാശയിൽ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളിലേക്ക് നോക്കി കരഞ്ഞു തീർക്കേണ്ട ജീവിതമല്ലിത്. തൻ്റെ പുത്രൻ്റെ മരണം ഒരവസാനമല്ല എന്ന തിരിച്ചറിവിൽ അമ്മ എത്തിയപ്പോൾ ആ കുരിശിൻ ചുവട്ടിൽ ആ സഹനത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച്, ആ സഹനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അമ്മ മകനെ കരുത്തായി നിന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവഹിതം തിരിച്ചറിയുക എന്ന് പറയുക. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന വേദനകളെ ദൈവഹിതമായി കണ്ടു. നമ്മുടെയൊക്കെ ജീവിതത്തിലും വേദന ഉണ്ടാകാറുണ്ട്. നമ്മുടെ വേദനയെ നാം ഒരിക്കലും ആഘോഷിക്കാറില്ല. നമ്മുടെ വേദനയെ നാം കരഞ്ഞു തീർക്കാറാണ് പതിവ്. പരിശുദ്ധ അമ്മ തൻ്റെ വേദനകളെ എടുത്തുകൊണ്ട് പരാതിയുമായി ഒരു മനുഷ്യൻ്റെ പിറകെയും ഓടിയില്ല. അമ്മ ആ സഹനങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ നാം ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാതെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ ദൈവഹിതമായി കാണാതെ അത് സുപ്പീരിയറിൻ്റെ ഇഷ്ടമായി കണ്ട്, അത് മേലധ്യക്ഷന്മാരുടെ ഇഷ്ടമായി കണ്ട്, അത് മാതാപിതാക്കളുടെ ഇഷ്ടമായി കണ്ട്, അത് കൂട്ടുകാരുടെ ഇഷ്ടമായി കണ്ട്, അവരുടെയൊക്കെ കടുംപിടുത്തമായി കണ്ടുകൊണ്ട് അതിനൊക്കെ പരാതി പറഞ്ഞ് നടക്കുന്ന മനുഷ്യനെ ഒരിക്കലും ആ സഹനങ്ങളെ ആഘോഷിക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, സഹനങ്ങളെ ആഘോഷമാക്കി മാറ്റേണ്ട ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളിൽ ഒരു ഉയർപ്പുണ്ടെന്നുള്ള വിശ്വാസം, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകൾക്ക് ഒരവസാനമുണ്ടെന്നുള്ള പ്രതീക്ഷ, ഇതാണ് പരിശുദ്ധ അമ്മ അർപ്പിച്ച വിശ്വാസം. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു സഹനവും കടന്നു വരത്തില്ല എന്നുള്ള ബോധ്യം. എല്ലാ സഹനങ്ങളെയും ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ അമ്മയ്ക്ക് കിട്ടിയ ധൈര്യം എന്ന് പറയുന്നത് ഇതെൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നുള്ള തിരിച്ചറിവാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് തന്നെയാണ്. നമ്മുടെ സഹനങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളെ, ഒറ്റപ്പെടലുകളെ, നൊമ്പരങ്ങളെയൊക്കെ നാം കാണുന്നത് മറ്റുള്ളവർ എനിക്ക് തന്നതായിട്ടാണ്. എൻ്റെ മേലധ്യക്ഷന്മാർ എനിക്ക് തന്നത്, എൻ്റെ സുപ്പീരിയേഴ്സ് എനിക്ക് തന്നത്, എൻ്റെ കൂട്ടുകാർ എനിക്ക് സമ്മാനിച്ചത്, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് സമ്മാനിച്ചത്, എൻ്റെ സഹോദരങ്ങൾ എനിക്ക് സമ്മാനിച്ചത്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സങ്കടങ്ങളിലും സഹനങ്ങളിലും വേദനകളിലും ദൈവഹിതം കണ്ടെത്താൻ സാധിച്ചാൽ പരിശുദ്ധ അമ്മയെ പോലെ അവയെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ധൈര്യത്തോടെ ജീവിക്കുവാനുള്ള കൃപ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒറ്റപ്പെടൽ മറച്ചു പിടിച്ചുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ ഒറ്റപ്പെട്ട ക്രിസ്തുവിനെ കരുത്തായി നിന്നത് തൻ്റെ ജീവിതത്തിലേക്ക് വന്ന മുഴുവൻ ദുരന്തങ്ങളും ദൈവത്തിൻ്റെ ഹിതമാണെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയെ നാം ഒരുപാട് സ്നേഹിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടതും ഈ ഒരു തിരിച്ചറിവാണ്. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന സഹനങ്ങൾ, ഒറ്റപ്പെടലുകൾ, ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ എല്ലാം ദൈവത്തിൻ്റെ ഹിതമാണെന്നുള്ള തിരിച്ചറിവ്. ഇതൊരിക്കലും എൻ്റെ മേലധ്യക്ഷന്മാർ പങ്കുവെച്ച് തരുന്നതല്ല. ഇതൊരിക്കലും എൻ്റെ സുപ്പീരിയേഴ്സ് എനിക്ക് തരുന്നതല്ല. ഇതൊരിക്കലും എൻ്റെ മാതാപിതാക്കൾ തരുന്നതല്ല. ഇതൊരിക്കലും എൻ്റെ കൂട്ടുകാർ തരുന്നതല്ല. ഇതൊരിക്കലും എൻ്റെ കൂടപ്പിറപ്പുകൾ തരുന്നതല്ല. ഇതെനിക്ക് ദൈവം തന്ന സമ്മാനമാണെന്നുള്ള തിരിച്ചറിവിലെത്തുമ്പോൾ അവയെല്ലാം പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ നമുക്കും ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ സഹനങ്ങളെ ആഘോഷമാക്കി മാറ്റാൻ സാധിക്കും. ജീവിതത്തിലേക്ക് വരുന്ന സഹനങ്ങളിൽ ദൈവഹിതം കണ്ടെത്തി അവയെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് സഭയോടൊപ്പം സന്തോഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.